ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തപരമായ വഴിത്താരകളിലൂടെ നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്നവൻ വിളിച്ചിട്ട് പറയുക, വാ, വലയും പടകുമൊക്കെ കളഞ്ഞ് എന്റെ കൂടെ ഒന്ന് വാ. വലയും പടകും കൊണ്ട് നീ എന്തൊക്കെ ചെയ്തുവോ അതിന്റെ ഒക്കെ അപ്പുറത്ത് ആയിരങ്ങൾ നിന്റെ മേൽ അണിനിരക്കുന്ന ഒരു ദിവസം വരും. അപ്പോഴൊക്കെ പത്രോസ് അറിയാ, ഈ ഞാനോ, ഈ ഭീരുവായ ഞാനോ? എടുത്തിയാടി പുറപ്പെടും. മുമ്പും പിമ്പും നോക്കാതെ വല്ല തീരുമാനങ്ങൾ എടുക്കും. ഒന്നും വിജയിപ്പിക്കാൻ കഴിയാത്ത ഒരു പരാജിതനാണ് ഗുരു ഞാൻ. അറിയാ, നീ കുറവുകളുടെ സമാഹാരമാ, നീ പരിമിതികളുടെ സമാഹാരമാ. ആ കുറവുകൾ ചൂണ്ടിക്കാണിച്ച്, പരിമിതികൾ ചൂണ്ടിക്കാണിച്ച് പരിഹസിച്ച ലോകത്തുകൂടി ഒരു ദിവസം ജയാളിയായി തോറ്റു തുന്നമ്പാടിയ വഴിയിലൂടെ നീ ജയാളിയായി പോകുന്ന ഒരു ദിവസം നിനക്ക് വെച്ചിട്ടുണ്ട്. അവഹേളനങ്ങൾക്ക് നടുവിൽ, തോൽവികളുടെ നടുവിൽ നിനക്ക് മാത്രം ഒരു ജയം. ആ ദിവസം നിന്റെയാ. ആ ദിവസം നിനക്ക് വേണ്ടി കാത്തിരിക്കുക. അതിന്റെ ദർശനത്തെ സഫലമാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാ ഇന്ന് രാത്രി. അകത്തും പുറത്തും ഇരുന്ന് ആരീ സന്ദേശം ഏറ്റെടുക്കും അവർക്ക് ഈ വചനം ഒരു വിടുതല. ഈ വചനം അവരെ സന്ദർശിക്കുന്ന പുത്തൻ ഉണർവാ. ഈ വചനം അവരെ അടിമുടി സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ഇടപെടലാ. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യൻ തെറ്റിപ്പോയി. തെറ്റിന്ന് പറഞ്ഞാൽ കൊള്ളയടിച്ചെന്നോ മോഷ്ടിച്ചെന്നൊന്നുമല്ല. ഒരിക്കലയാൾ യേശുവിന്റെ ഒരു പ്രസംഗം കേട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രസംഗം എന്താ പ്രസംഗം എന്നറിയണ്ടേ? യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആ